السلام عليكم ورحمة الله. مرحبا بكم يا أحبائي. Welcome to my channel. Let's learn together. كيف الحال? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ 4th യൂണിറ്റിൻ്റെ വർക്ക് ബുക്ക് ചെയ്യാൻ പോവുകയാണ്. നാലാമത്തെ യൂണിറ്റിലെ പാഠങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? ഇനി നമുക്ക് വർക്ക് ബുക്ക് ചെയ്ത് നോക്കാം. ലൈലയും ജാസിമും പാർക്കിൽ പോയി പാർക്കിലെല്ലാ റൈഡിലും കയറുന്നതൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പം നമുക്ക് ഈ യൂണിറ്റിൻ്റെ വർക്ക് ബുക്ക് ചെയ്ത് നോക്കാം. നുലൗവിനു നമുക്ക് കളർ കൊടുക്കാം. അസ്ഫർ, അഹ്മർ, അഹ്ലർ. അസ്ഫർ എന്ന് വെച്ചാൽ യെല്ലോ, അഹ്മർ റെഡ്, അഹ്ലർ ഗ്രീൻ. അഹ്ലർ എന്നാണ് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അഹ്ലറാണ് ഗ്രീൻ. എങ്കിൽ നിങ്ങൾ അതുപോലെ അഹ്മർ എന്നെഴുതിയ ഭാഗത്തെല്ലാം യെല്ലോ റെഡ് കൊടുക്കുക. അസ്ഫർ എന്നെഴുതിയ ഭാഗത്ത് യെല്ലോ, അഹ്മർ എന്നെഴുതിയ ഭാഗത്ത് ഗ്രീൻ. ഇതുപോലെ ചെയ്ത് നോക്കിക്കേ. ഇനി അടുത്ത വർക്ക് എന്താണ്? നസ്വിലു, ഇവിടെ തമ്മിൽ യോജിപ്പിക്കാനാണ്. അഹ്ലർ എന്നാൽ ഗ്രീൻ, അബിയൽ വൈറ്റ്, അസ്ഫർ യെല്ലോ, അഹ്മർ റെഡ്. ഇവിടെ വൈറ്റിന് എക്സാമ്പിൾ ചെയ്തത് നോക്കിക്കേ. വൈറ്റ് ഗ്ലാസ്സിലേക്ക് വൈറ്റ് എന്ന കളറിനെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ അഹ്ലറിനെയും അസ്ഫറിനെയും അഹ്മറിനെയും അതാത് ഗ്ലാസ്സിലേക്ക് നിങ്ങൾ വേണം യോജിപ്പിക്കാൻ. അഹ്ലർ എന്നാൽ ഗ്രീൻ, അസ്ഫർ യെല്ലോ, അഹ്മർ റെഡ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇതെങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എങ്കിൽ എല്ലാവരും അതുപോലെ ചെയ്തേ. ഇനി ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഷജറത്തുൻ, ഷീൻ ഷജറത്തുൻ. ഷജറത്തിന് എല്ലാവരും കളർ കൊടുത്തേ. എന്നിട്ട് അതിന് ശേഷം താഴെ 4 ആൽഫബറ്റ്സ് ഉണ്ടല്ലേ, ലാം, ജീം, തോ, ഷീൻ. ഈ ആൽഫബറ്റ്സിനെല്ലാം നിങ്ങൾ താഴെ ഒന്ന് ഈ ആൽഫബറ്റ്സ് നൽകിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ ഇതേ കളർ കൊടുക്കുക. ലാമിന് ബ്രൗൺ, ജീമിന് റെഡ്, തോക്ക് യെല്ലോ, ഷീനിന് പർപ്പിൾ. ഇതുപോലെ എല്ലാ കളർ വെച്ചൊന്ന് കൊടുത്ത് നോക്കിക്കേ. ഇനി അടുത്തത് നോക്കിക്കേ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? അംബ്രല്ല ആണല്ലേ. അംബ്രല്ലയ്ക്ക് നമ്മൾ എന്താ പറയുക? ഷംസിയത്തുൻ, ഷംസിയത്തുൻ അംബ്രല്ല. എങ്കിൽ എല്ലാവരും അവിടെ ഷീൻ എന്ന് എഴുതിക്കുക താഴെ. ഷീൻ ഫത്ഹ ഷ, ഷീൻ കസ്ര ഷീ, ഷീൻ ദമ്മ ഷു. ഇതുപോലെ എല്ലാവരും ഒന്ന് എഴുതിക്കേ. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ്? നെഖ്താറു വനെക്തുബു. അവിടെ തന്നിട്ടുള്ള ആൽഫബറ്റ്സ് വരുന്ന വാക്കുകൾ കണ്ടെത്തി അതുപോലെ എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ ആൽഫബറ്റ് ഏതാണ്? ത്വാ ആണല്ലേ. ത്വാ വെച്ച് ഏതെല്ലാം വാക്കുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്? ത്വാവിലത്തുൻ, പിന്നെയോ ത്വാഇറുൻ. 2 വാക്കാണല്ലേ ഉള്ളത്. എങ്കിൽ നിങ്ങൾ അതൊന്ന് എഴുതിക്കേ. ഇനി ലൂ, ലൂ വെച്ച് ഏതൊക്കെ വാക്കാണ് ഇവിടെ ഉള്ളത്? ലൂത്തുൻ. ഇനിയോ ഗൈൻ ആണല്ലേ. ഗ വെച്ച് ഏതൊക്കെ വാക്കാണുള്ളത്? ഗാറുൻ, ഗാസുൻ, ഗാലിബുൻ. ഇനിയോ ജൂ, ജൂ വെച്ച് ഏതൊക്കെ വാക്കാണുള്ളത്? ജൂദുൻ, ജൂഉൻ. ഇനി ഹ ഉണ്ടല്ലേ. ഹ വെച്ച് ഖുലൂദ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് എഴുതി നോക്കിക്കേ. അടുത്ത വർക്ക് നോക്കിയാലോ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ലുഅബത്തുൻ, ലുഅബത്തുൻ ടോയ്സ്. ലാം, ലാം ഫത്ഹ ലാ, ലാം കസ്റ ലി, ലാം ദമ്മ ലു. എങ്കിൽ അതുപോലെ എല്ലാവരും ഈ പേജ് നിറയെ എഴുതിക്കേ. തൊട്ടടുത്തുള്ള ലാമിന് കളറും കൊടുക്കണം. ഇനി അടുത്തത് എന്താണ്? ഈ ചിത്രത്തിൽ എന്താണെന്ന് കാണുന്നത് എന്ന് എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞേ. ത്വയ്യാറത്തുൻ, ത്വാ ത്വയ്യാറത്തുൻ, ത്വാ ഫത്ഹ ത്വാ, ത്വാ കസ്റ ത്വി, ത്വാ ദമ്മ തു. എങ്കിൽ എല്ലാവരും ഇതും അതുപോലെ എഴുതിക്കേ. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? നസ്വിലു കമാ ഫിൽ മിസാൽ. താഴെ കൊടുത്ത പോലെ യോജിപ്പിക്കാനാണ്. ആദ്യത്തെ ഉദാഹരണം നോക്കിക്കേ. ലുഅബത്തുൻ, ലുഅബത്തുൻ ലാം ആണല്ലേ. ലാം കൊണ്ടല്ലേ തുടങ്ങുന്നത്. ലുഅബത്തുൻ എന്ന് വെച്ചാൽ ടോയ്സ്. എങ്കിൽ നിങ്ങൾ ഇതുപോലെ 2 സൈഡും ഒന്ന് മാച്ച് ചെയ്ത്. ത്വയ്യാറത്തുൻ പ്ലെയിൻ, ഖുറാബുൻ ക്രോ, ഷാഹിനത്തുൻ ലോറി, ഖിർദുൻ മങ്കി, ദറാജത്തുൻ സൈക്കിൾ, ജവ്വാലുൻ മൊബൈൽ, സയ്യാറത്തുൻ കാർ. എങ്കിൽ എല്ലാവരും ഇതുപോലെ പിക്ചറും ആ വാക്ക് തുടങ്ങുന്ന അക്ഷരവും തമ്മിലൊന്ന് യോജിപ്പിച്ച് നോക്കിക്കേ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഈ ചിത്രം നോക്കിയിട്ട് പറഞ്ഞേ. ഈ ചിത്രത്തിൽ എന്താണുള്ളത്? ജവ്വാലുൻ, ജവ്വാൽ മൊബൈൽ.
ജീമാണല്ലേ? ജീം ഫതഹ ജ, ജീം കെസ്ര ജി, ജീം ലൊമ്മ ജു. ഇതും അതുപോലെ എഴുതി നോക്കിക്കേ. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഗ്രേപ്സ് ആണല്ലേ? ഐനബുൻ ഗ്രേപ്സ്. ഐൻ ഫതഹ അ, ഐൻ കെസ്ര ഇ, ഐൻ ലൊമ്മ ഉ. എങ്കിൽ എല്ലാവരും ഇതും അതുപോലെ എഴുതിക്കേ. എല്ലാവർക്കും വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസൊക്കെ മനസ്സിലായില്ലേ? എങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കിക്കേ. അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.